ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, അങ്ങയുടെ ജീവിതത്തിൻ്റെ സാധന എന്താണ്? എന്ത് ഭക്താഭ്യാസമാണ് എല്ലാ ദിവസവും അങ്ങ് അനുഷ്ഠിക്കുന്നത്? ശാന്തനായ ഗുരു സൗമ്യമായിട്ട് ചോദ്യകർത്താവിനോട് പറഞ്ഞു, ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ കാര്യം ചെയ്യുകയല്ല ഞാൻ, മറിച്ച് ഓരോ നിമിഷവും അനുഗ്രഹകരമായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആഴമായ ഒരു ധ്യാനത്തിന് ഈ വാചകം വളരെയധികം സഹായിക്കും. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള തത്രപ്പാടിൽ മനുഷ്യരായ നമ്മൾ ഇങ്ങനെ നെട്ടോട്ടമോടുമ്പോൾ ഗുരുവിൻ്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. ഓരോ നിമിഷവും ഓരോ കാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ നിമിഷവും ജീവിക്കാൻ നമുക്കാവുന്നുണ്ടോ? ഗുരു ചേർത്ത് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുകയാണ്, ഞാൻ ഉറങ്ങുമ്പോൾ ഉറങ്ങുകയാണ്, ഞാൻ വിനോദത്തിലേർപ്പെടുമ്പോൾ വിനോദത്തിലേർപ്പെടുകയാണ്. കേട്ടയാൾ പറഞ്ഞു, ഇതിനെന്താ പുതുമ? സകല മനുഷ്യരും ചെയ്യുന്ന കാര്യമല്ലേ? അപ്പോൾ ഗുരു പറഞ്ഞു, അല്ല, അങ്ങനെയല്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ എന്തൊക്കെയോ സ്വപ്നങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ഉറക്കം പോലും ഇല്ലാതാകും. ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ ആഹാരത്തിലല്ല ശ്രദ്ധിക്കുന്നത്, ചിലപ്പോഴെങ്കിലും മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടല്ലേ കഴിക്കുന്നത്. ജീവിതം ജീവിക്കാനുള്ളതാണ്. ജീവിക്കേണ്ടുന്നത് ദാനമായി കിട്ടിയ ജീവിതത്തെ ആവുന്ന വിധം അനുഗ്രഹകരമായി ആസ്വദിച്ചുകൊണ്ടാണ്. നോമ്പ് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ നന്മയെ സ്വീകരിച്ചുകൊണ്ട്, സ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അനുഗ്രഹകരമായി ജീവിക്കാനുള്ള അവസരമാണെന്ന് തിരിച്ചറിയാം. ഈ നിമിഷം ഇനി ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഈ നിമിഷത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളെയും സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. ഒരിടത്തേക്ക് യാത്ര പോകുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക മാത്രമല്ല, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ആ യാത്രയെ ആവും വിധം ആസ്വദിക്കാൻ പറ്റണം. ജീവിതയാത്ര എത്തിച്ചേരേണ്ട ഒരിടമുണ്ട്. ഒപ്പം ആ യാത്രയിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ സന്തോഷങ്ങളെയും സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാൻ ഇടയാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.